എല്ലാവർക്കും PSC വോയേജറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോൺകോഡുമായി റിലേറ്റ് ചെയ്ത് കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. PYQ സീരീസിൽ ഇംഗ്ലീഷിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യന് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെന്ന് നിങ്ങൾ പലരും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ എക്സാമുകളിൽ ഓപ്ഷൻസിൽ നമുക്ക് ഒന്നെങ്കിൽ ഹാസ് ഓർ വാസ് ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഹാവ് ഓർ വെയർ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൽ ഏത് ചൂസ് ചെയ്യണമെന്നുള്ള ഒരു സംശയം ഒട്ടുമിക്ക പേർക്കും ഉണ്ടായിരിക്കും. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് പക്ക ക്ലിയർ ആയിരിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ചോദ്യമായിരുന്നു PYQ സീരീസിലെ ഇംഗ്ലീഷിന്റെ മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി ഡിസ്കസ് ചെയ്ത ചോദ്യം. നമുക്ക് ആ ചോദ്യം ഒന്നുകൂടെ നോക്കാം. എവ്രി വൺ ഓഫ് ദ പ്ലേയേഴ്സ് ഡാഷ് ഇൻവൈറ്റഡ് ഫോർ ദ പാർട്ടി. ഓപ്ഷൻസ് ഏതൊക്കെയായിരുന്നു? ഹാവ്, ഹാസ്, വെയർ, വാസ്. അപ്പോൾ ഇതില് കോൺകോഡിന്റെ റൂളിൽ നമ്മൾ പറയുന്നുണ്ട്, ഒരു സബ്ജക്റ്റില് എവ്രി വൺ വരുന്നുണ്ട് എങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? സിംഗുലാർ വെർബ് ആയിരിക്കണം. എവ്രി വൺ മാത്രമല്ല, നമ്മളവിടെ കുറച്ച് വാക്കുകൾ അന്ന് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എവ്രി വൺ, എവ്രിബഡി, സംവൺ, സംബഡി, എനിവൺ, എനിബഡി, അങ്ങനെ കുറച്ച് വാക്കുകൾ. അതിന് ഏത് വാക്ക് വന്നാലും അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ് എന്ന് പറയുന്നത് സിംഗുലാർ വെർബ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എവ്രി വൺ വന്നേക്കുന്നത് കൊണ്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട വെർബ് സിംഗുലർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഹാവ് എന്ന ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം, വെയർ എന്ന ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. ഇനി നമുക്കിവിടെ രണ്ടെണ്ണം വരുന്നുണ്ട്, ഹാസും വരുന്നുണ്ട്, വാസും വരുന്നുണ്ട്. ഇതാണ് ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികളുടെ സംശയം. ഇതിൽ ഹാസ് ചൂസ് ചെയ്യോ വാസ് ചൂസ് ചെയ്യോ? നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഡാഷ് കഴിഞ്ഞിട്ട് കിടക്കുന്ന വാക്കിലേക്ക് അങ്ങ് നോക്കുമ്പോ എന്താ? ഇൻവൈറ്റഡ് എന്ന് പറയുമ്പോൾ അത് V3 ഫോം ആണെന്ന് നമുക്കറിയാം. ഇൻവൈറ്റഡ് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഇത് ഇൻവൈറ്റഡ് എന്നൊരു ഫോം ഇവിടെ കിടക്കുന്നതുകൊണ്ട് V3 ഫോം ആയതുകൊണ്ട് മിക്കവരും ഹാസിലേക്ക് പോയിന്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ആ ഉത്തരം അവിടെ തെറ്റിപ്പോകും. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ ഈ ഹാസും വാസും നിങ്ങളുടെ ഓപ്ഷനിൽ വരികയാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സെന്റൻസിന്റെ അർത്ഥം ഒന്ന് നോക്കുക. ആ സെന്റൻസിന്റെ അർത്ഥം നോക്കിയിട്ട് അതിന്റെ വെർബ് അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ വെർബ് ഏതാണെന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ നോക്കിക്കേ, ഇതിൽ നമുക്ക് നോക്കാം. എവ്രി വൺ ഓഫ് ദ പ്ലേയേഴ്സ് ഡാഷ് ഇൻവൈറ്റഡ് ഫോർ ദ പാർട്ടി. അതായത് എല്ലാ കളിക്കാരെയും പാർട്ടിക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ അതിന്റെ മീനിങ് വരുന്നത്. അപ്പൊ എല്ലാ കളിക്കാരെയും പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ വെർബ് ഏതാണ്? ഇൻവൈറ്റഡ് എന്നുള്ള വെർബാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കുക, ഈ ക്രിയ ചെയ്തിരിക്കുന്ന വ്യക്തി ആരാണ്? ഈ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? അതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എല്ലാ കളിക്കാരെയും പാർട്ടിക്ക് ക്ഷണിച്ചിരുന്നു, അല്ലാതെ ഈ കളിക്കാരല്ല അവരെ ഇൻവൈറ്റ് ചെയ്തത്. വേറെ ആരോ ആണ് അവരെ ആ പ്ലേയേഴ്സിനെ എല്ലാം പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. ആ വ്യക്തിയെ കുറിച്ച് ഈ സെന്റൻസ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോ ആ ക്രിയ ചെയ്ത വ്യക്തിയെ കുറിച്ച് നമ്മുടെ സെന്റൻസിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ ആ സെന്റൻസ് പാസീവ് വോയിസ് ആയിരിക്കും. പാസീവ് വോയിസ് ആണ് എങ്കിൽ ഹാസും വാസും വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അതില് വാസ് ചൂസ് ചെയ്യണം. കാരണം ഇവിടെ സിംഗുലർ ആണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ ഹാസും വാസിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരുന്നു. അപ്പൊ അതിലേത് വേണമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ സെന്റൻസിന്റെ മീനിങ്ങിലേക്ക് നിങ്ങൾ നോക്കണം. അതിലെ വെർബ് നോക്കണം. വെർബ് നോക്കി കഴിയുമ്പോൾ ആ ക്രിയ ചെയ്ത വ്യക്തിയാണ് ഈ സെന്റൻസിലെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് എങ്കിൽ സെന്റൻസ് ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ ഇതില് അങ്ങനെയൊരു വ്യക്തിയെ കുറിച്ച് പറയുന്നില്ല. എല്ലാ കളിക്കാരെയും പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തിരുന്നു. അത് വേറെ ആരോ ഇൻവൈറ്റ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ആരാണെന്നുള്ള കാര്യം ഇവിടെ വ്യക്തമല്ല. അതുകൊണ്ട് ഈ സെന്റൻസ് പാസീവിലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാസീവിലാണ് എങ്കിൽ വാസ് വേണം ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പൊ അത് ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ഇവിടെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് വാസ് ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ സെന്റൻസ് ഫസ്റ്റ് വായിക്കുമ്പോൾ എവ്രി വണ്ണിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് എവ്രി വൺ വന്നത് കൊണ്ട് വെർബ് ഷുഡ് ബി സിംഗുലർ. വെർബ് സിംഗുലർ ആയിരിക്കണം. ആ വാക്കുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക. അത് വീണ്ടും പറഞ്ഞ്
ടൈം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അത് ഇവിടെ വീണ്ടും പറയാത്തത്. അപ്പൊ എവ്രിവൺ വന്നതുകൊണ്ട് സിംഗുലാർ വെർബ് വരും. സിംഗുലാർ വെർബ് വന്നതുകൊണ്ട് നമ്മൾ ഹാവിനെയും വെയറിനെയും എലിമിനേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഹാസും വാസും ഉണ്ട്. ഹാസും വാസും വന്നതുകൊണ്ട് നമ്മൾ നോക്കും ഈ സെന്റൻസ് ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന്. സെന്റൻസ് ആക്റ്റീവ് ആണെങ്കിൽ നമ്മൾ അവിടെ ഹാസ് കൊടുക്കും, പാസീവ് ആണെങ്കിൽ നമ്മൾ അവിടെ വാസും കൊടുക്കും. നോക്കിക്കേ, അപ്പൊ സെന്റൻസിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായി, അതിലെ ക്രിയ നമുക്ക് മനസ്സിലായി. ഇൻവൈറ്റഡ് എന്നുള്ളതാണ് ക്രിയ. അപ്പൊ നമ്മൾ ചോദിക്കും ആരാണ് അവിടെ ഇൻവൈറ്റ് ചെയ്തത്? ഈ എവ്രി വൺ ഓഫ് ദ പ്ലേയേഴ്സ് ആണോ അവിടെ ഇൻവൈറ്റ് ചെയ്തത്? അല്ല, പ്ലേയേഴ്സിനെയാണ് ഇൻവൈറ്റ് ചെയ്തത്. അത് വേറെ ആരോ ആണ് അവിടെ ഇൻവൈറ്റ് ചെയ്തത്. ആ വ്യക്തിയെ കുറിച്ച് ഇതിൽ പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ സെന്റൻസ് പാസീവ് ആയിരിക്കും. പാസീവ് ആണ് എങ്കിൽ ഹാസും വാസും തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് നമ്മൾ വാസ് ചൂസ് ചെയ്യും. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി ഇതുപോലെ കുറച്ച് ചോദ്യങ്ങളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഈ സംശയമെല്ലാം മാറി ഓക്കെ ആയിക്കോളും. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. എ ലോട്ട് ഓഫ് ഷുഗർ ഡാഷ് ആഡഡ് ടു ദ മിൽക്ക്. അപ്പൊ നമ്മള് ഇതിന്റെ അത് കോൺകോഡുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു റൂളും കൂടെ ഞാൻ ചേർത്ത് പറയാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചോദ്യം നോക്കിക്കേ, എ ലോട്ട് ഓഫ് ഷുഗർ ഡാഷ് ആഡഡ് ടു ദ മിൽക്ക്. കോൺകോഡിന്റെ റൂൾ അനുസരിച്ചിട്ട് ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ അവയ്ക്ക് ശേഷം കൗണ്ടബിൾ നൗൺ ആണ് വരുന്നത് എങ്കിൽ പ്ലൂറൽ വെർബും അൺകൗണ്ടബിൾ നൗൺ ആണ് വരുന്നത് എങ്കിൽ സിംഗുലർ വെർബും യൂസ് ചെയ്യണം. എന്നൂടെ പറയാം. ചില വാക്കുകൾ, ആ വാക്കുകൾ ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. ലോട്ട് ഓഫ്, മോസ്റ്റ് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്, a good deal of, a good deal of, അതുപോലെ a great deal of. ഇതൊക്കെ ഇത് മാത്രമല്ല ഉള്ളൂ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ള കുറച്ച് വാക്കുകൾ ഞാൻ ഇവിടെ എഴുതിയെന്നുള്ളൂ. അപ്പൊ ഏതൊക്കെയാണ്? ലോട്ട് ഓഫ്, മോസ്റ്റ് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്, എ ഗുഡ് ഡീൽ ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്. ഇവയ്ക്ക് ശേഷം, ഇത്രയും വാക്കുകൾക്ക് ശേഷം എന്ത് കൗണ്ടബിൾ നൗൺ ആണ് വരുന്നത് എങ്കിൽ കൗണ്ടബിൾ നൗൺ വന്നാൽ അവയോട് കൂടി പ്ലൂറൽ വെർബ് ചൂസ് ചെയ്യണം. കൗണ്ടബിൾ നൗണിന്റെ കൂടെ പ്ലൂറൽ വെർബും അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ ഏതുമായിരിക്കണം? സിംഗുലാർ വെർബും ചൂസ് ചെയ്യണം. വെർബ് സിംഗുലർ ആയിരിക്കണം. അതായത് കോൺകോഡിന്റെ നിയമം അനുസരിച്ചിട്ട് ലോട്ട് ഓഫ്, എ ലോട്ട് ഓഫ്, എ മോസ്റ്റ് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്, എ ഗുഡ് ഡീൽ ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്, ഇങ്ങനെ കുറച്ച് പദങ്ങളുണ്ട്. ആ പദങ്ങൾക്ക് ശേഷം കൗണ്ടബിൾ നൗൺ ആണ് വരുന്നത് എങ്കിൽ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യുക. അൺകൗണ്ടബിൾ നൗൺ ആണ് എങ്കിൽ സിംഗുലാർ വെർബും യൂസ് ചെയ്യുക. അത് ഇങ്ങനെ ഓർത്ത് വെക്കാൻ നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അൺകൗണ്ടബിൾ നൗൺ ആണ് എങ്കിൽ സിംഗുലാർ വെർബ് യൂസ് ചെയ്യണം. അപ്പൊ യുഎസ് ഒന്നെങ്കിൽ യുഎസ് എന്ന് ഓർക്കാം, അല്ലെങ്കിൽ അസ് എന്ന് ഓർക്കാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ എപ്പോഴും സിംഗുലാർ വെർബ് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ വാക്കുകൾ കിട്ടിയാലോ? ഇത്രയും വാക്കുകൾ. ഈ വാക്കുകൾ ചോദ്യത്തിലുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുശേഷം കിടക്കുന്ന നൗൺ എങ്ങനെയാണ് എന്ന് നിങ്ങൾ നോക്കുക. അപ്പൊ അത് കൗണ്ടബിൾ ആണ് എങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും പ്ലൂറൽ വെർബ് ചൂസ് ചെയ്യുക. ഇനി അൺകൗണ്ടബിൾ ആണെങ്കിൽ സിംഗുലർ വെർബ് ചൂസ് ചെയ്യുക. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കാം. എ ലോട്ട് ഓഫ് ഷുഗർ ഡാഷ് ആഡഡ് ടു ദ മിൽക്ക്. അപ്പൊ നമ്മുടെ വാക്ക് നോക്കിക്കേ, ഇവിടെ ഈ ലോട്ട് ഓഫ് കിടക്കുന്നുണ്ട്. എ ലോട്ട് ഓഫ്. അപ്പൊ ലോട്ട് ഓഫ് വന്നിരിക്കുന്നത് കൊണ്ട് ലോട്ട് ഓഫിന് ശേഷം കൗണ്ടബിൾ ആണോ ഓർ അൺകൗണ്ടബിൾ ആണോ എന്നുള്ള കാര്യം, നൗൺ കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യും. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഷുഗർ എന്നുള്ളതാണ്. ഷുഗർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. നമ്മൾ ഓരോ പഞ്ചസാര തരികളും എടുത്ത് എണ്ണി എടുക്കാറുണ്ടോ? ഇല്ല. ഷുഗർ എന്ന് പറയുന്നത് എണ്ണാൻ പറ്റുന്നില്ല, അൺകൗണ്ടബിൾ ആണ്. അപ്പോ ലോട്ട് ഓഫിന് ശേഷം ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗൺ വന്നാൽ ഏത് വേണം ചൂസ് ചെയ്യാൻ? സിംഗുലാർ വെർബ് ചൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഏതൊക്കെ ഓപ്ഷനിൽ എലിമിനേറ്റ് ചെയ്യാം? ഹാവും പോവും, വേറും പോവും. ഇനി അപ്പൊ വന്നു രണ്ടെണ്ണം, ഹാസും വാസും. ഇനി നമ്മുടെ പർപ്പസ് എന്താണ്? ഇതിൽ നിന്നും ഏത് വേണം എന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യനിലേക്ക് നോക്കും. ചോദ്യം എങ്ങനെയാണ്? എ ലോട്ട് ഓഫ് ഷുഗർ ഡാഷ് ആഡഡ് ടു ദ മിൽക്ക്. അപ്പൊ എങ്ങനെ വരും? പാലിലേക്ക് വളരെയധികം പഞ്ചസാര ചേർത്തു. അപ്പൊ ഇനി നമ്മൾ നോക്കും. അപ്പൊ ആഡഡ്, അവിടുത്തെ ക്രിയ ഏതാണ്? ആഡഡ് എന്നുള്ളതാണ്. അപ്പൊ ഈ ആരാണ് ഈ പാലിലേക്ക് പഞ്ചസാര ആഡ് ചെയ്തത്? അത് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല.
എ ലോട്ട് ഓഫ് ഷുഗർ ആഡഡ് ടു ദ മിൽക്ക്. അപ്പൊ ഈ പാലിലേക്ക് ആരോ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഷുഗർ തന്നെ മിൽക്കിലേക്ക് ആഡ് ചെയ്യില്ല, വേറെ ആരോ അത് ചെയ്തു. ആ വർക്ക് അവിടെ ചെയ്തത് വേറൊരു വ്യക്തിയാണ്. അത് ആരാണെന്നുള്ള കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോ ഈ ലോട്ട് ഓഫ് ഷുഗർ ആഡ് ചെയ്തത് ആരാണ് എന്ന് ഇവിടെ പറയാത്തിടത്തോളം കാലം നമുക്ക് മനസ്സിലാക്കാം ഈ സെന്റൻസ് പാസീവ് വോയിസ് ആണ്. അതായത് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നേക്കുന്നത് ആ ക്രിയ ചെയ്ത വ്യക്തിയല്ല. അതുകൊണ്ട് ഈ സെന്റൻസ് പാസീവ് വോയിസിലുള്ള സെന്റൻസ് ആണ്. അപ്പോൾ പാസീവ് വോയിസിലുള്ള സെന്റൻസിൽ ഹാസും വാസും ഓപ്ഷനിൽ വന്നാൽ നമ്മൾ വാസ് ചൂസ് ചെയ്യും. അപ്പോൾ ഇതിന്റെ ഉത്തരം വാസ് ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടെ ഉത്തരം വരുന്നത്. അപ്പൊ നമുക്ക് ഈ ചോദ്യം ഒന്നുകൂടെ നോക്കാം. നമ്മൾ സ്റ്റേറ്റ്മെന്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ലോട്ട് ഓഫ് വെച്ചിട്ടാണ് ഇവിടെ സെന്റൻസ് വന്നേക്കുന്നത്. കോഡിന്റെ റൂൾ അനുസരിച്ചിട്ട് ലോട്ട് ഓഫ് എന്ന പദം വന്നു കഴിഞ്ഞാൽ അതിനുശേഷം കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ പ്ലൂറൽ വെർബും അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ സിംഗുലാർ വെർബും വേണം. അപ്പൊ അൺകൗണ്ടബിൾ നൗൺ വന്നേക്കുന്നുണ്ട്, ഷുഗർ എന്ന അൺകൗണ്ടബിൾ നൗൺ വന്നേക്കുന്നത് കൊണ്ട് നമ്മൾ സിംഗുലാർ വെർബിലേക്ക് മൂവ് ചെയ്യും. സിംഗുലാർ വെർബായ ഹാസും വാസും ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ അതിലെ വെർബിലേക്ക് നോക്കും. വെർബ് എന്താണ്? ആഡഡ്. എന്താ ആഡ് ചെയ്തേക്കുന്നത്? ലോട്ട് ഓഫ് ഷുഗർ. ഈ ആഡ് ചെയ്യുക എന്നുള്ള പ്രവൃത്തി ആരാ ചെയ്തേക്കുന്നത്? ഷുഗർ സ്വയം ആ പ്രവൃത്തി ചെയ്യില്ല, വേറെ ആരോ ആണ് മിൽക്കിലേക്ക് ആ ഷുഗർ ആഡ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വരുന്ന ഈ സെന്റൻസ് പാസീവിലാണ്. പാസീവിൽ വന്നാൽ ഹാസും വാസും തന്നേക്കുന്നതിൽ നിന്ന് നമ്മൾ വാസ് ചൂസ് ചെയ്യും. ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. എ ലോട്ട് ഓഫ് ടൈം ഡാഷ് വേസ്റ്റഡ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു കുറച്ച് വാക്കുകൾ, ആ വാക്കുകൾക്ക് ശേഷം കൗണ്ടബിൾ നൗൺ വന്നാൽ പ്ലൂറലും അൺകൗണ്ടബിൾ നൗൺ വന്നാൽ സിംഗുലറും വേണമെന്ന്. അപ്പൊ അതിലൊരു വാക്കായിരുന്നു എന്ത്? ഈ എ ലോട്ട് ഓഫ്. ലോട്ട് ഓഫ് എന്ന് വന്നു. അപ്പൊ ലോട്ട് ഓഫ് വന്നത് കൊണ്ട് നമ്മൾ അതിന് ശേഷം വരുന്ന നൗൺ നമ്മൾ നോക്കും. ഏതാണ് ലോട്ട് ഓഫിന് ശേഷം വരുന്നത്? ടൈം. ടൈം എന്ന് പറയുന്നത്, സമയം എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. ടൈം ഈസ് ആൻ അൺകൗണ്ടബിൾ നൗൺ. അൺകൗണ്ടബിൾ നൗൺ വന്നത് കൊണ്ട് വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലാർ വെർബായിരിക്കും. ക്ലിയർ? സിംഗുലാർ വെർബായിരിക്കും. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിലേക്ക് നമ്മൾ നോക്കും. ആർ എന്നുള്ളത് സിംഗുലാർ വെർബ് അല്ല. ഹാസ് സിംഗുലർ ആണ്, വാസ് സിംഗുലർ ആണ്, ഹാവ് ബീനും സിംഗുലർ അല്ല. അപ്പൊ നമ്മള് ഹാസിലും വാസിലേക്കുമായിട്ട് ചുരുങ്ങും. അപ്പോ നമുക്ക് ഇനി അതിന്റെ അർത്ഥം ഒന്ന് നോക്കാം. എ ലോട്ട് ഓഫ് ടൈം ഡാഷ് വേസ്റ്റഡ്. അതായത് ഒരുപാട് സമയം നഷ്ടമായി പോയി. ഈ നഷ്ടമായി പോയത് ആരാ? സമയം തന്നെയാണോ സമയം നഷ്ടപ്പെടുത്തിയത്? അല്ല, മറ്റാരോ കാരണമാണ് ഈ സമയം അവിടെ നഷ്ടമായത്. അപ്പൊ ഇവിടെ എന്താണ്? സെന്റൻസ് പാസീവിലാണ്. അപ്പോ ഹാസ് വാസ് എന്നുള്ളതിൽ നിന്നും നമ്മൾ പാസീവ് സെന്റൻസ് വന്നേക്കുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ വാസ് ചൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം സെന്റൻസിലേക്ക് നോക്കുന്നു. ലോട്ട് ഓഫ് എന്ന പദം നമുക്ക് കിട്ടുന്നു. ലോട്ട് ഓഫ് എന്ന പദം വന്നത് കൊണ്ട് അതിനുശേഷം വരുന്ന നൗണിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. നൗൺ ഇവിടെ അൺകൗണ്ടബിൾ ആയതുകൊണ്ട് സിംഗുലാർ വെർബ് വേണമെന്ന് മനസ്സിലാകുന്നു. ഹാസ് ഓർ വാസ് നമ്മൾ നോക്കുന്നു. അതിൽ സെന്റൻസിന്റെ അർത്ഥം നോക്കുന്നു. അർത്ഥത്തിലെ ക്രിയ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ ക്രിയ ചെയ്ത വ്യക്തി അവിടെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നു. അപ്പൊ നമ്മുടെ ഇവിടെ വേസ്റ്റഡ് എന്ന് പറയുന്ന ക്രിയ, ആ അതില് വേസ്റ്റഡ് എന്ന് പറഞ്ഞേക്കുന്ന ക്രിയ ചെയ്തിരിക്കുന്ന ടൈം തന്നെയല്ല, വേറെ ആരോ ആണ് നമ്മുടെ സമയം കളഞ്ഞത്. കളഞ്ഞ സംഭവമാണ് സമയം, പക്ഷെ ആ പ്രവൃത്തി ചെയ്തത് സമയമല്ല, ടൈം അല്ല. അതുകൊണ്ട് ഇവിടെ സെന്റൻസ് പാസീവിലാണ്. മനസ്സിലായല്ലോ? കാരണം ആ ക്രിയ ചെയ്ത വ്യക്തിയെ കുറിച്ച് സെന്റൻസിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ അത് പാസീവിലേക്ക് വന്നത് കൊണ്ട് ഇവിടെ നമ്മൾ വാസ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. മനസ്സിലായി എങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. A great number of people dash come to visit the exhibition. ഇതും കോൺകോഡിന്റെ ഒരു റൂൾ ഇവിടെ നമുക്ക് അടുത്തൊരു റൂളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് ചില വാക്കുകൾ, ആ വാക്കുകൾ ഞാൻ ഇവിടെ എഴുതാം. A number of, a good number of, a good number of, a great number of, a great number of, a large number of, a small number of. ഇത് ചില വാക്കുകൾ മാത്രമാണ് കേട്ടോ. അപ്പോ ഇതിങ്ങനെ ചില വാക്കുകൾ വന്നാല് എ നമ്പർ ഓഫ്, എ ഗുഡ് നമ്പർ ഓഫ്, എ ഗ്രേറ്റ് നമ്പർ ഓഫ്, എ ലാർജ് നമ്പർ ഓഫ്, എ സ്മോൾ നമ്പർ ഓഫ്, ഇങ്ങനെ വന്നാല് ഇവയ്ക്ക് ശേഷം എപ്പോഴും പ്ലൂറൽ സബ്ജക്റ്റും പ്ലസ് പ്ലൂറൽ വെർബുമായിരിക്കും. പ്ലൂറൽ സബ്ജക്റ്റും
പ്ലൂറൽ വെർബുമായിരിക്കും. എ നമ്പർ ഓഫ്, എ ഗുഡ് നമ്പർ ഓഫ്, എ ഗ്രേറ്റ് നമ്പർ ഓഫ്, എ ലാർജ് നമ്പർ ഓഫ്, എ സ്മോൾ നമ്പർ ഓഫ്. ഇവയ്ക്ക് ശേഷം പ്ലൂറൽ സബ്ജക്റ്റും പ്ലൂറൽ വെർബും ആയിരിക്കും. അപ്പൊ നമ്മൾ ഇനി ചോദ്യം നോക്കാണ്. എ ഗ്രേറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഡാഷ് കം ടു വിസിറ്റ് ദ എക്സിബിഷൻ. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. ഇവിടെ എ ഗ്രേറ്റ് നമ്പർ ഓഫ് എന്നൊരു ടേം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം എ ഗ്രേറ്റ് നമ്പർ ഓഫിന് ശേഷം പ്ലൂറൽ സബ്ജക്റ്റും പ്ലൂറൽ വെർബും വേണം വരാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ വെർബിന്റെ കാര്യം നോക്കിയാൽ മതി. പ്ലൂറൽ വെർബാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പൊ ഹാസ് എന്നുള്ളത് സിംഗുലാർ വെർബാണ്, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഹാവ് പ്ലൂറൽ വെർബാണ്, അത് നമുക്ക് വേണം. വാസ് എന്നുള്ളത് സിംഗുലാർ വെർബാണ്, അതും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. വേർ എന്നുള്ളത് പ്ലൂറൽ വെർബാണ്. അപ്പോ രണ്ടെണ്ണത്തിലേക്കായിട്ട് നമ്മളിപ്പോ ചുരുങ്ങി ഹാവും വന്നിട്ടുണ്ട്, വേറും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി നോക്കേണ്ടത് ഇതിലേതാണ് ഇവിടെ ആപ്റ്റ് ആയിട്ട് വരുന്നതെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സെന്റൻസിലേക്ക് നോക്കും, അതിന്റെ മീനിങ് മനസ്സിലാക്കി ആ വെർബ് ഏതാണെന്ന് സെലക്ട് ചെയ്യും. ആ വെർബ് ചെയ്യുന്ന ആളാണോ ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നേക്കുന്നത്, ഇതിനെ കുറിച്ചുകൂടെ ആ വെർബ് ചെയ്യുന്ന വ്യക്തിയെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ആക്റ്റീവ് വോയിസ് ആയിരിക്കും. ആക്റ്റീവ് വോയിസിലാണെങ്കിൽ ഹാവ് കൊടുക്കണം, പാസീവ് വോയിസിലാണെങ്കിൽ വെയർ കൊടുക്കണം. അതായത് ഹാസിന്റെ പ്ലൂറൽ ആണല്ലോ ഹാവ്. കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞ ഹാസിനും വാസിനും പകരം ഇവിടെ അതിന്റെ പ്ലൂറൽ ആയിട്ടുള്ള ഹാവും വേറും വന്നേക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഈ സെന്റൻസിൽ പറയുന്നത് എന്താണ്? എ ഗ്രേറ്റ് നമ്പർ ഓഫ് പീപ്പിൾ കം ടു വിസിറ്റ് ദ എക്സിബിഷൻ. വളരെയേറെ ആളുകൾ എക്സിബിഷൻ കാണാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വെർബ് ഏതാന്ന് നമുക്ക് മനസ്സിലായി. കം എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ വെർബ്. അപ്പൊ ഈ കം എന്ന പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? വന്നിട്ടുണ്ട്. ആരാ അവിടെ വന്നേക്കുന്നത്? ആ പ്രവൃത്തി ചെയ്തത് ആരാ? ആ പീപ്പിൾ ആണ് അവിടെ പ്രവൃത്തി ചെയ്തേക്കുന്നത്. അപ്പോൾ ആ സബ്ജക്റ്റ്, ആ പ്രവൃത്തി ചെയ്ത ആള് നമുക്ക് ഇവിടെ അണ്ടർസ്റ്റുഡ് ആണ്. എ ഗ്രേറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ആണ് അവിടെ കം ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ സെന്റൻസിൽ ആ പ്രവൃത്തി ചെയ്തിരിക്കുന്ന വ്യക്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടത്തെ വെർബ് ചെയ്തിരിക്കുന്ന വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് സെന്റൻസ് ആക്റ്റീവ് വോയിസിലാണ്. ആക്റ്റീവ് വോയിസിലായതുകൊണ്ട് ഹാവ്, വെയർ എന്ന് വന്നിട്ടുള്ളതിൽ നമ്മൾ ഹാവിനെ ചൂസ് ചെയ്യും. ഇനി കം എന്ന പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ലായിരുന്നു എങ്കിൽ ഇതിന്റെ ആൻസർ വെയർ ആയേനെ. ഇവിടെ ഓൾറെഡി ഈ കം എന്ന പ്രവൃത്തി ചെയ്യുന്നത് ഗ്രേറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ആണ്. ആ പീപ്പിൾ ആണ് അവിടെ കം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ആ വെർബ് ചെയ്ത വ്യക്തി അവിടെ ഉള്ളത് കൊണ്ട്, അവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് ഇത് ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ അവിടെ ഹാവ് ചൂസ് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഹാവ്. ഒന്നുകൂടെ പറയാം. ഇപ്പൊ നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് നോക്കുമ്പോൾ കോൺകോർഡ് റൂൾ അനുസരിച്ചിട്ട് ഗ്രേറ്റ് നമ്പർ ഓഫ് അതിനുശേഷം വന്നാൽ പ്ലൂറൽ സബ്ജക്റ്റും പ്ലൂറൽ വെർബുമാണ് വേണ്ടത്. അപ്പൊ ഇതിലെ ഓപ്ഷൻസിൽ നമ്മൾ പ്ലൂറൽ വെർബായ ഹാവും വെയറും ചൂസ് ചെയ്യും. എന്നിട്ട് നമ്മൾ സെന്റൻസിലേക്ക് നോക്കും. സെന്റൻസിലെ വെർബ് കം എന്നുള്ളതാണ്. അപ്പൊ ഈ കം എന്ന് പറയുന്ന ആ പ്രവൃത്തി ചെയ്തിരിക്കുന്ന ആളെ കുറിച്ച് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സെന്റൻസ് ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസ് ആണ്. അപ്പോ ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസ് ആയതുകൊണ്ട് ഹാവിലും വെയറിലും നമ്മൾ ഹാവ് ചൂസ് ചെയ്യും. ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. Either the boy or his parents dash apologized. ഈ ഒരു റൂൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ PYQ സീരീസിന്റെ 3ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതായത് എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചാണ് നമ്മൾ വെർബിനെ ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എയ്തർ ഓർ ആണ്. അപ്പോ രണ്ടാമത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് ഏതാണ്? ഹിസ് പേരൻസ് എന്നാണ് ഇവിടുത്തെ രണ്ടാമത്തെ സബ്ജക്ട്. പേരൻസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് വെർബ് എന്തായിരിക്കും? പ്ലൂറൽ വെർബ് ആയിരിക്കും നമുക്ക് ഇവിടെ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കും. ഈസ് ടു, ഈസ് എന്ന് പറയുന്നത് സിംഗുലാർ വെർബ് ആണ്. അപ്പൊ നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഹാസ് ടു ആണ്. ഹാസും നമ്മൾ സിംഗുലാർ സബ്ജക്റ്റിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. സിംഗുലാർ വെർബാണ് ഹാസ്, അപ്പൊ അതും വരില്ല. ഹാവ് ടു, ഹാവ് എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്ന പ്ലൂറൽ വെർബാണ്. അതുപോലെ വെയറും പ്ലൂറൽ വെർബാണ്. ഇനി നമുക്ക് ഹാവ് ആണോ വെയർ ആണോ ഇവിടെ ചൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സെന്റൻസിലേക്ക് നോക്കിയേ. എയ്തർ ദ ബോയ് ഓർ ഹിസ് പേരൻസ് അപ്പോളജൈസ്. ഒന്നെങ്കിൽ ബോയ് അപ്പോളജൈസ് ചെയ്യണം, അല്ലെങ്കിൽ പേരൻസ് അപ്പോളജൈസ് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത് അപ്പോളജൈസ്ഡ്, ആ ക്ഷമ ചോദിക്കണം എന്ന് പറയുന്നതാണ് അവിടുത്തെ വെർബ്. അപ്പൊ ഈ ക്ഷമ ചോദിക്കേണ്ടത് ആരാണ്?
ആ വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഒന്നെങ്കിൽ ബോയ് ചോദിക്കണം, അല്ലെങ്കിൽ പേരൻസ് ചോദിക്കണം. അപ്പൊ ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കണം അപ്പോളജൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ട കാര്യം ഇവിടെ ഉണ്ട്. ആരാണ് അപ്പോളജൈസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആ വെർബ് ചെയ്യുന്ന വ്യക്തിയെ കുറിച്ച് ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. അതാണ് ഈ സെന്റൻസിലെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോ ഈ സെന്റൻസ് ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസ് ആണ്. മനസ്സിലായോ? അപ്പോളജൈസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ്. ആ വെർബ് ചെയ്യേണ്ട വ്യക്തിയെ കുറിച്ചും അല്ലെങ്കിൽ ചെയ്യുന്ന വ്യക്തിയെ കുറിച്ചും ഈ സെന്റൻസിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സെന്റൻസ് ആക്റ്റീവ് വോയിസിലാണ്. അതുകൊണ്ട് ഹാവും വെയറും തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും സെന്റൻസ് ആക്റ്റീവ് വോയിസിലായതുകൊണ്ട് നമ്മൾ ഹാവ് ചൂസ് ചെയ്യും. അപ്പോൾ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. ഹാവ് ടു എന്നായിരിക്കും ഇവിടെ വരുന്നത്. either the boy or his parents have to apologize എന്നായിരിക്കും ഈ സെന്റൻസ് വരുന്നത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഈച്ച് ആൻഡ് എവറി മെമ്പർ ഡാഷ് ടു വാട്ട്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഈസ്, ഹാസ്, ഹാവ്, ആർ. അപ്പൊ ഇതില് കോൺകോഡ് റൂൾ അനുസരിച്ചിട്ട് ഒരു സെന്റൻസില് ഈച്ച് ആൻഡ് എവറി വന്നിട്ടുണ്ട് എങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നത് എപ്പോഴും സിംഗുലാർ വെർബ് ആയിരിക്കും. ഈച്ച് ആൻഡ് എവറി ഒരു സെന്റൻസിൽ വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലാർ വെർബ് ആയിരിക്കും. ഈച്ച് ആൻഡ് എവറി മാത്രമല്ല, എവറി ആൻഡ് എവറി, ഈച്ച് ആൻഡ് ഈച്ച് ആൻഡ് എവറി, അങ്ങനെ എന്ത് വന്നാലും നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് സിംഗുലാർ വെർബ് ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കേ, ഈച്ച് ആൻഡ് എവറി മെമ്പർ ഡാഷ് ടു വാട്ട്. ഓപ്ഷനില് സിംഗുലാർ വെർബുകളായിട്ട് വന്നിരുന്നത് എന്താ? ഈസ് സിംഗുലാർ വെർബാണ്, ഹാസ് സിംഗുലാർ വെർബാണ്, ഹാവും ആറും വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഹാവും ആറും എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നമുക്ക് രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഈസും ഹാസും. ഇനി നമുക്ക് ഇതിൽ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാം. വേറെ ഒന്നും നോക്കണ്ട, തന്നിരിക്കുന്ന സെന്റൻസിലേക്ക് നോക്കുക. സെന്റൻസിൽ ആ വെർബ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുന്ന ആളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ അത് ആക്റ്റീവ് വോയിസ് ആയിരിക്കും. ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ നമുക്ക് അതിൽ ഹാസ് കൊടുക്കാം, പാസീവ് വോയിസ് ആണെങ്കിൽ ഈസ് കൊടുക്കാം. അപ്പൊ നമ്മൾ ഡയറക്ട്ലി സെന്റൻസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ മെമ്പേഴ്സും, ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സും വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ വെർബ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വോട്ട് എന്ന് പറയുന്ന ആ ക്രിയ ചെയ്യുന്നത് ആരാണ്? ഈച്ച് ആൻഡ് എവറി മെമ്പർ, അവരാണല്ലോ വോട്ട് ചെയ്യേണ്ടത്. അപ്പൊ ആ ക്രിയ ചെയ്യുന്ന ആളെ കുറിച്ച് ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. അവരാണ് ഇതിലെ സബ്ജക്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. അതുകൊണ്ട് ഈ സെന്റൻസ് ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാസ് ഓർ ഈസിലെ ആക്റ്റീവ് വോയിസിൽ യൂസ് ചെയ്യേണ്ടത് ഹാസ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, ഹാസ് ടു വാട്ട് എന്നുള്ളതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. ഈച്ച് ആൻഡ് എവറി മെമ്പർ ഹാസ് ടു വാട്ട്. നമ്മൾ ആദ്യ സെന്റൻസിലേക്ക് നോക്കുന്നു, ഈച്ച് ആൻഡ് എവരി കാണുന്നു, ഈച്ച് ആൻഡ് എവരി, എവരി ആൻഡ് എവരി, ഈച്ച് ആൻഡ് ഈച്ച്, ഇതിൽ ഏത് വന്നാലും സിംഗുലാർ വെർബ് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ സിംഗുലാർ വെർബുകളായ ഹീസിനെയും ഹാസിനെയും പറക്കിയെടുക്കുന്നു. അപ്പൊ അതിൽ നമ്മൾ ഏത് വേണമെന്നറിയാൻ നമ്മൾ സെന്റൻസിലേക്ക് നോക്കുന്നു, അതിലെ വെർബ് ഏതാണെന്ന് നോക്കുന്നു. വെർബ് ചെയ്യുന്ന വ്യക്തി സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ ആ സെന്റൻസ് ആക്റ്റീവ് വോയിസിലായിരിക്കും. ഇവിടെ വോട്ട് എന്ന് പറയുന്ന വെർബ് ചെയ്യുന്ന ആൾ ആ മെമ്പേഴ്സ് ആയതുകൊണ്ട് സെന്റൻസിൽ ആ വെർബ് ചെയ്ത വ്യക്തിയെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നു. അത് ആക്റ്റീവ് വോയിസ് ആകുന്നു. അങ്ങനെ നമ്മൾ ഹാസ് ചൂസ് ചെയ്യുന്നു. പലതവണ ഈ സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യുന്ന പറയുന്നത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് അത് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കുറെ തവണ കേൾക്കുമ്പോഴും നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. തന്നെ നിങ്ങൾക്ക് അപ്പോൾ ആൻസറിലേക്ക് എളുപ്പം എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ. ഇത്രയും ചോദ്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ നിങ്ങളുടെ ആ ഒരു ഹാസ് വേണോ വാസ് വേണോ അതൊക്കെ ചൂസ് ചെയ്യാനുള്ള ആ ഒരു ഡൗട്ടൊക്കെ ഏറെക്കുറെ ഒന്ന് മാറി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചോദ്യം ഇതിൻ്റെ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ ഉത്തരം ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. എങ്കിലാണ് നിങ്ങൾക്ക് എത്രമാത്രം അത് മനസ്സിലായിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കിയിരിക്കുന്ന ചോദ്യം ഇതാണ്. ചോദ്യം ഞാനൊന്ന് വായിക്കാം. എ ഗുഡ് ഡീൽ ഓഫ് ടൈം ഡാഷ് വേസ്റ്റഡ് ഓൺ ഇറ്റ്. 4 ഓപ്ഷൻസ്: ഈസ്, ഹാസ്, ബീൻ, ആം. അപ്പോൾ ഇതിന്റെ ഉത്തരം എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തുന്നതെന്ന് നമ്മളിപ്പോൾ പറഞ്ഞ ഇത്രയും ക്ലാസ്സുകളിൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും. എങ്ങനെയാണ് ആദ്യം നമ്മൾ ആ വാക്ക്, ഏതെങ്കിലും വാക്ക്, നമ്മൾ ആ കോൺകോഡിന്റെ റൂള് പറഞ്ഞതിൽ ഏതെങ്കിലും വാക്കുകൾ വരണ്ടോ എന്ന് നോക്കുക. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ ഡാഷിൽ വരുന്നത് ഏത് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്നുള്ള കാര്യം നോക്കുക. എന്നിട്ട് തന്നേക്കുന്ന സെന്റൻസിന്റെ അർത്ഥം നോക്കിയിട്ട് അതിലെ വെർബ് ചെയ്യുന്ന ആളെ കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. തെറ്റിക്കാതെ മാക്സിമം ശ്രദ്ധ കൊടുത്ത് ആൻസറിലേക്ക് എത്തിച്ചേരുക. അത് നിങ്ങൾ കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക.
അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പോൾ രൂപത്തിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മുടെ ടെലിഗ്രാം ചാനലായ PSC വോയേജറിലുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ സെറ്റ് ആവും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചാനലിൽ ജോയിൻ ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡൗട്ടൊക്കെ ഏറെക്കുറെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നമ്മുടെ ചാനലിൽ PYQ സീരീസ് റണ്ണിംഗ് ആണ്. മലയാളം, മാത്സ്, ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള PYQ സീരീസ് റണ്ണിംഗ് ആണ്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് തൽക്കാലം ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്